മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. രചന വാസിം അക്രം. അവതരണം സാലിം കരുളായി. ജെയ്സൺ തൻ്റെ ക്യാമറയിൽ ആ മനോഹരമായ ചിത്രം പകർത്തി. വല്ലപ്പച്ചൻ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ആനുണ്ടാക്കിയ ബിരിയാണി എല്ലാവരും കഴിച്ചു. അളിയോ, നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാം, നിങ്ങളും വരണം. ജെയ്സൺ അത് പറഞ്ഞപ്പോൾ കുറ്റബോധത്താൽ മിഴികൾ താഴ്ത്തിച്ചു. ആ സമയം ആൽബർട്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചതും അവൾ മുഖം പോയിട്ട് നോക്കിയതും ഒരു നേരിയ പുഞ്ചിരി നൽകിയിരുന്നു. ഞങ്ങൾ വരുന്നുണ്ട് ജെയ്സ. എനിക്ക് ജുവലിൻ്റെ കൈ പിടിച്ച് ആ പള്ളിയുടെ പടിക്കെട്ടുകൾ കയറണം, പള്ളിയിൽ പ്രാർത്ഥിക്കണം, അല്ലേ ജുവൽ? ഞങ്ങൾ രാവിലെ വന്നേക്കാം, രജിസ്റ്റർ കഴിഞ്ഞിട്ട് നേരെ. അപ്പോൾ നമ്മൾ വീണ്ടും മാനമേലിലേക്ക് പോകുന്നു. ജെയ്സൺ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഒത്തിരി സന്തോഷമായി മോളെ, നിന്റെ പ്രണയം അതിപ്പോൾ നിന്റെ സ്വന്തം. അതിൽ സാക്ഷികളാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. രാവിലെ കാണാമെന്ന് പറഞ്ഞവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ വല്യപ്പച്ചനൊരു കയ്യാൽ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി കണ്ടിട്ട് വേണം വല്യപ്പച്ചനെ കണ്ണടക്കാൻ. ഇരുവരും പരസ്പരം നോക്കി. നാണം വന്ന വികാരം രണ്ടുപേരുടെയും മുഖത്ത് മിന്നി മറഞ്ഞു. ഇതാണ് അവൻ്റെ മുറി. ഇന്ന് മുതൽ ജുവലിൻ്റെയും. മോളുടെ ഡ്രസ്സൊക്കെ നമുക്ക് നാളെ മേടിക്കാം. എന്താ? വേണ്ട ചേച്ചി, ഡ്രസ്സൊക്കെ നാളെ അനു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മതി. എന്നാൽ മോള് കുളിച്ചിട്ട് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ. പിന്നെ നിങ്ങളുടെ മുറി നാളെ താഴേക്ക് മാറ്റാം, മോൾക്ക് കയറി ഞാൻ പാടല്ലേ. പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തട്ടിയാൻ. ആ മുറിയാകെ ഒന്ന് കണ്ണോടിച്ച് ജുവൽ. എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു വലിയ മുറി. മേശയിൽ വെച്ചിരിക്കുന്ന അവൻ്റെ ഫോട്ടോയിൽ കണ്ണുകൾ ഉടക്കിയതും കയ്യിലെടുത്തു. നുണക്കൊടി വിരിയുന്ന കവിളിലൂടെ വെല്ലുവിളിച്ചു. എൻ്റെ മാത്രല്ലേ? ആദരങ്ങൾ മെല്ലെ മുറി. അല്ലേ ജുവൽ? അവൻ്റെ സാമീപ്യം പറഞ്ഞതും കയ്യിലിരുന്ന ഫോട്ടോ കുറച്ചതും അവനത് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അവന് നേരെ മുഖമുയർത്താനാവാതെ മേശയിൽ ചാരി മിഴികൾ താഴ്ത്തു നിന്നു. ജുവൽ, നീ ഇപ്പം എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ, എൻ്റെ മാത്രമാണെന്ന്. അവനും പതിയെ ആ മേശയിലേക്ക് ചാരിയത് കൊണ്ട് അവളുടെ കയ്യിൽ അവൻ കൈ പൊതിഞ്ഞ് പിടിച്ചതും അവനെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ ഇരു ഹൃദയവും പരസ്പരം പരിഭവം പറഞ്ഞു. അവൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഷട്ടിൽ നനവ് പടർന്നതും ആൽബർട്ട് അറിഞ്ഞു അവൾ കരയുകയാണ്. ഏയ്, എന്തിനാണ് കരയുന്നത്? അറിയില്ല. അതെന്താ അങ്ങനെ? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്വപ്നമാണോന്ന്. പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവളുടെ കൈ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവൻ്റെ ഹൃദയതാളം ഒരു പിന്നൽ പിണർപ്പ് പോലെ തൻ്റെ ഹൃദയത്തിലൂടെ പോകുന്നതറിഞ്ഞു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി, കൺപീലികളെ നനയിച്ച് കണ്ണുനീരൊഴുകി. അവനത് പതിയെ വിരൽ തുമ്പിൽ തുടച്ചെടുത്തു. കരയല്ല പെണ്ണെ, നിന്റെ പ്രണയം അത് വിജയിച്ചില്ലേ? ആൽബിച്ചായൻ്റെ തോൽവിയും അല്ലേ? പറയുമ്പോൾ അവളുടെ വാക്കുകൾ കരച്ചിൽ മുങ്ങിപ്പോകുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല. നീ ജയിച്ചപ്പോൾ അതെൻ്റെ വിജയം കൂടിയാണ്. പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ നുണയാകും ജുവൽ. നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, എന്നാൽ അത് വെറുപ്പായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു. പക്ഷെ നീ ക്രിസ്റ്റിയെ കൊന്നെന്ന് കേട്ടപ്പോൾ നിന്നോടുള്ള ദേഷ്യം മാറി അവളെ മതിപ്പായിരുന്നു. നീ എന്ന പെണ്ണിനോടുള്ള മതി. നീ കുത്തേറ്റി വീഴുമ്പോൾ സഹതാപം. പിന്നീട് ഞാൻ അറിഞ്ഞു എപ്പോഴൊക്കെയോ നീ എൻ്റെ നെഞ്ചിലൊരു നെരിപ്പേടായി മാറിയത്. അതൊരു കനലായി കത്തിപ്പെട്ടിരുമെന്ന് പേടിച്ചു. പിന്നെ പേടിയായി സ്നേഹിച്ചു പോകുമെന്ന പേടി. മറക്കാൻ ഒളിച്ചോടി. പകൽ നിന്നെ മറന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിലും ശക്തിയിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന് നീ എൻ്റെ ഉറക്കം കെടുത്തി. നിന്റെ ഹൃദയത്തിൽ ഞാൻ അപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണെന്ന ചിന്ത എന്നെ ശ്വാസം നിൽച്ചു. 3 വർഷങ്ങൾക്കിപ്പുറം നീ എൻ്റെ മുന്നിൽ, അതും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്തത്. നെഞ്ച് തകർന്നു പോയിടും. ഞാനിപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആൽബർട്ട് ഇമാനുവലിൻ്റെ ഹൃദയത്തിൽ എല്ലാ അർത്ഥത്തിലും എൻ്റെ പാതിയായി കാണുന്നത് ജുവലിനെയാണ്. പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ മുഖത്തിലൂടെ ഓടി നടന്ന അവൻ്റെ കണ്ണുകൾ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അവൻ്റെ പെണ്ണിനായി നൽകുന്ന ആദ്യ ചുണ്ട് ഇരു കണ്ണുകളിലും അടച്ചു നിന്ന് സ്വീകരിച്ചു. അവൾ അവൻ്റെ ഇടത്തെ നെഞ്ചിലേക്ക് കവള അമർത്തി വെച്ചു. തനിക്കായി മാത്രം തുടിക്കുന്ന ആ ഹൃദയ സ്പന്ദനം കേട്ടുകൊണ്ട് അവളുടെ പുറത്ത് ഇരു കൈകളും ചേർത്ത് പിടിച്ച് അവൻ ചുണ്ടുകൾ അമർത്തി. അത്രമേൽ പ്രണയത്തോടെ, ചുണ്ടിൽ വിരിഞ്ഞ നാണത്തോടെ അവളും. അതെ കുഞ്ഞ, വല്യപ്പച്ചൻ വാതിരിക്കലിൽ നിന്നുകൊണ്ട് ആണി കണ്ണും പിടിച്ച് നോക്കി നിന്നു. പിന്നെന്തോ അബദ്ധം പറ്റിയതുപോലെ തിരിഞ്ഞു നടന്നു. ശബ്ദം കേട്ടതും രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി. പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് വെറുതെ കുത്തിയ ആൽബർട്ട് മേശപ്പുറത്തിരുന്ന് ബുക്കെടുത്ത് വെറുതെ പേജുകൾ മറിച്ചു ചുറ്റി. അയ്യോ! അവരെ ആ കോലത്തിൽ കണ്ട ജാളിതയിൽ ആന പെട്ടെന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങിയതും ജോമോനെ നെഞ്ചിലായി ഇടിച്ചു നിന്നു. എൻ്റെ കർത്താവേ, എൻ്റെ നെഞ്ചുകൂടി തകർക്കുവാനി നീ. ജോച്ച, അവന് ഉമ്മ വെക്കാനൊക്കെ അറിയോ? ഒന്നും പിടിച്ച് അവൾ ആകമാനം നോക്കി ജോമോൻ.
പിന്നെ ചുമരിലേക്ക് ചാഞ്ഞെന്ന് ഉറക്കെ ചിരിച്ചു. എൻ്റെ ആനെ, നീ ഇവിടെ ബെഡ്റൂം സീൻ നോക്കാൻ പോയതാണോ? അതല്ല ചോദിച്ചാ, എന്നാലും അവന് അതന്നെ, അവൻ ഉമ്മ വെച്ചൂടെ? ഏത് നല്ല കൂത്ത്. അവളുടെ ഇരു തോളിലും കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു ജോമ. അവൻ എൻ്റെ അളിയനല്ലേ, അവൻ എൻ്റെ കുറച്ച് ഗുണമെങ്കിലും അവന് കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ അവന് രൂപക്കൂട്ടിൽ കയറ്റിയെടുത്തുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ആദ്യപ്പം മാറി കിട്ടി. നീക്ക് വന്നേ, അവർ പ്രണയിക്കട്ടെ. പാവ പെണ്ണ് കുറെ അനുഭവിച്ചതാ. ജുവൽ, ചേച്ചി പോയി, നമുക്ക് താഴേക്ക് പോകാം. ഞാൻ കുളിച്ചിട്ട് വരാം. എന്നാൽ നീ വരുന്നവരെ ഞാനിവിടെ നിൽക്കാം, പോയിട്ട് വാ. അവൻ മേശയിലിരുന്നൊരു ബുക്കെടുത്ത് കട്ടിലേക്ക് ചാഞ്ഞു. വാക്കി സ്റ്റിക്ക് കട്ടിലിനരികിൽ ചേർത്ത് വെച്ച് അവനെ നോക്കി മനസ്സ് നിറഞ്ഞ് ചിരിച്ചവൾ പിന്നെ ബെഡിൽ നിന്നും ചേച്ചി തന്ന ഡ്രസ്സും എടുത്ത് കുളിമുറിയിലേക്ക് കയറി. കുളിക്കാനായി ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന മിന്ന് കയ്യിലെടുത്ത് ചൂണ്ടോടടുപ്പിച്ചു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കണ്ടു കട്ടിലിൽ ചാഞ്ഞ് നെഞ്ചിലൊരു ബുക്കും വെച്ച് കിടന്ന് മയങ്ങി. ചുമരിൽ ചാരി കയ്യമർത്തി മുറിയിലേക്ക് കയറി കട്ടിലിൽ ചാരി വെച്ച സ്റ്റിക്ക് എടുക്കാനായി ആഞ്ഞതും ആഞ്ഞു പോയിരുന്നു. വീഴാൻ തുടങ്ങിയതോ അവൻ ചേർത്ത് പിടിച്ചിരുന്നു. വീണു പോയെന്ന തോന്നലിൽ അവൻ്റെ ഇരു തോളിലും മുറുകെ പിടിച്ചു. ജുവൽ, പേടിച്ചു പോയോ? അവളുടെ ശ്വാസമെടുപ്പ് വർദ്ധിച്ചിരുന്നു. ഇനി ജുവൽ വീഴില്ല. നിനക്കിനി വാക്കിസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. നിനക്കൊരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. നിന്റെ മനസ്സിൻ്റെ പേടി, എന്നോടുള്ള പ്രണയം മറക്കാനുള്ള നിന്റെ മനസ്സിൽ ആയുധമായിരുന്നു ഈ സ്റ്റിക്ക്. അതുകൊണ്ട് ഇനി ഇത് നമ്മൾക്കിടയിൽ വേണം. ചികിത്സിച്ചാൽ മാറാവുന്ന പ്രശ്നം നിനക്കുള്ളൂ. അതും പറഞ്ഞ് അവൻ്റെ വലം കൈയിൽ അവളുടെ ഇടങ്കൈ ചേർത്ത് പിടിച്ചോ. താങ്ങായി, തണലായി. ജുവലിൻ്റെ കൈ പിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ആൽവിയെ കണ്ടതും ഊൺമേശയുടെ മറുവശത്തിരിക്കുന്ന ജോമോൻ്റെ കാലിൽ ആഞ്ഞ് ചവിട്ടിയാൻ. ഉയ്യോ, എന്താടി പോത്തെ! ആനി കണ്ണുകൊണ്ട് കാണിച്ചതും ഇറങ്ങി വരുന്നവരെ നോക്കി ജോമോൻ ചിരി കടിച്ചു പിടിച്ചു. ആഹാ, ഇതാര്? ഉമ്മച്ചനോ? വാ, വന്നിരിക്ക്. ഉമ്മച്ചനോ? അതാരാ ജോമോനെ? വല്യപ്പച്ചൻ അവനെ നോക്കി ചോദിച്ചതും ജുവൽ ആൽബിയുടെ കയ്യിൽ നാണത്തോടെ മുറുകെ പിടിച്ചു. അല്ല വല്യപ്പച്ച, അത് നമ്മളൊരു ക്ലൈൻ്റാണ്. ആള് ഫോൺ വിളിച്ചിരുന്നെന്നാ പറഞ്ഞത്. അല്ലേ കുഞ്ഞാ? മോള് വാക്കി സ്റ്റിക്ക് എന്തേ? അവളുടെ കയ്യിലേക്ക് നോക്കി ആനി ചോദിച്ചു. അതിന് വേണ്ട ചേച്ചി, ഇവൾക്കൊരു കുഴപ്പമില്ല, അല്ലേ ജുവൽ? നിറഞ്ഞ ചിരിയായി നമ്മളിൽ. പിന്നീട് അവരെല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. വല്യപ്പച്ചനോട് സംസാരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ കണ്ടു ജനാലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ജുവൽ, വന്ന് കിടക്ക്, രാവിലെ വരും, പോകേണ്ടതല്ലേ? ചിരിയോടെ ചുമരിൽ പിടിച്ച് കട്ടിലേക്ക് ഇരുന്നു. കിടക്കാനൊരു മടിയായിരുന്നു അവൾക്ക്. കിടക്കാൻ അവനെ നോക്കുമ്പോൾ ഷെൽഫിൽ നിന്നും ഒരു ബുക്കും എടുത്ത് കസേരയിലേക്ക് ഇരുന്നു. ഒരു ടേബിൾ ലാമ്പ് ഓണാക്കി മുറിയിൽ വെട്ടമടിച്ചു. നീ കിടന്നോളൂ, എൻ്റെ സമയം ആയിട്ടില്ല, ഞാൻ ഈ ബുക്ക് തീർത്തിട്ട് കിടന്നോളാം പറഞ്ഞുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവൻ വായിക്കുന്നു നോക്കി കണ്ണിപ്പ് ചിമ്മാതെ കിടന്നു. അവൾ ഇടക്കവളിലേക്ക് മിഴിമൂനെ എറിയുമ്പോൾ അവൾ ഉറക്കത്തിലേക്ക് പോയി. അവൾ ഉറങ്ങിയെന്നറിഞ്ഞതും ബുക്ക് മേശയിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ അടുത്തായി ചെന്നിരുന്നു. കവളിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ വിരൽ തുമ്പാൽ ഒതുക്കി വെച്ചു. ജുവൽ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എനിക്ക് സമയം വേണം. നീ എന്നെ മനസ്സിലാക്കുന്നു കരുതുന്നു. അവളുടെ കവളിലൂടെ അവൻ്റെ വിരലുകൾ തലോടി. പിന്നെ പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് മറുവശത്തായി വന്ന് കിടന്നു. ആദ്യമായുള്ള അവൻ്റെ അനുഭവം അവൻ്റെ ഹൃദയത്തിൻ്റെ പരിധിയിലാക്കാൻ അവൻ പാടുപെട്ടു. പല ചിന്തകളും കാട് കയറുമ്പോഴും ആൽബർട്ടിന് ആശ്വാസം തോന്നി. കണ്ണടച്ചുകൊണ്ട് കിടന്നിറങ്ങുന്നവളെ അവൻ നോക്കിക്കിടന്നു. പതിയെപ്പോഴും ഉറക്കത്തിലേക്ക് പോയിരുന്നവൾ. ആൽബിച്ചായ, അതേ. പതിയെ കണ്ണുകൾ തുറന്നതും കണ്ട് കുളിച്ച് തോർത്തും മുടിയിൽ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നവൾ. അവളുടെ ടോപ്പിന് മുകളിലായി കിടക്കുന്ന താൻ ചാത്തിയ മീൻ, അതിലേക്കായിരുന്നു കണ്ണ് ആദ്യം ചെന്നത്. പിന്നൊരു ചിരിയോടെ എഴുന്നേറ്റ് കാലുകൾ മടക്കി ബെഡിലിരുന്നു. ആഹാ, നീ നേരത്തെ എഴുന്നേറ്റോ? അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്കായി നോക്കിയവൻ സ്റ്റിക്ക് കൊണ്ടുവന്നു. ഞാനത് എടുത്തില്ല ആൽവിച്ചായ. പതിയെ ചുമലിൽ പിടിച്ചുകൊണ്ട് നടന്നു. എന്തോ ഇപ്പം ഒരു വിശ്വാസം തോന്നുന്നു എന്നെക്കൊണ്ട് സാധിക്കുമെന്ന്. ചെറു ചിരിയോടെ അവളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. കുഞ്ഞാ, വല്യപ്പച്ചൻ വിളിക്കുന്നു. വാതിലേ മുട്ടി ആനി വിളിച്ചു പറഞ്ഞു. ചേച്ചി കൂറ്റിയിട്ടില്ല, കയറി പോരെ. ഓ വേണ്ടായി, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ താങ്ങില്ലെന്നേ. അതും പറഞ്ഞു പോയിരുന്നവൻ. അമ്മയെ ചിരിയോടെ ജുവലിനെ നോക്കിയവൻ അവിടെയും അതേ ഭാവം തന്നെയായിരുന്നു. ഞാനൊന്ന് കുളിക്കട്ടെ, താനിപ്പോൾ താഴേക്ക് ഇറങ്ങണ്ട, ഞാൻ വരാം. ജെയ്സനെന്ന് വിളിച്ച് ഇറങ്ങിയോന്ന് ചോദിക്ക് പറഞ്ഞുകൊണ്ട് അവൻ തോർത്തും മുണ്ടുമെടുത്ത് കുളിമുറിയിലേക്ക് കയറി. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നും തോർത്ത് തലയിൽ നിന്നും എടുത്ത് മുടി കൂതിയിരുന്നു. കണ്ണാടിയിൽ കാണുന്ന തൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ സന്തോഷം അലതല്ലി അത് കണ്ണുനീരായി കവളിനെ തഴുകി. പിന്നീട് അവർ യാത്ര തിരിച്ചു.
ജെയ്സനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. കോടതി സീറ്റിൽ ആൽവിച്ചാനും പിറകിലായി ജുവലും ജാസ്മിനും ഇരുന്നു. ജുവൽ ചെല്ലുമ്പോൾ നല്ല സ്വീകരണമായിരിക്കില്ല മമ്മിയും പപ്പിയും തരുന്നത് ചിലപ്പോൾ. എനിക്കറിയാം, പക്ഷേ ചെയ്ത് തെറ്റാന്ന് ഇപ്പോഴും തോന്നുന്നില്ല എനിക്ക്. ഞങ്ങൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. അളിയോ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്? എന്താണ് തോന്നുന്നത് ഈ യാത്ര? അവൻ്റെ ചോദ്യത്തിന് ശരിയായിരുന്നു ഉത്തരം. അവിടെ നിന്ന് മുറിഞ്ഞുപോയ പലതിൻ്റെയും ഉത്തരം കണ്ടെത്തിയെന്ന് വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ആരാധിച്ച വിശ്വസിച്ച എൻ്റെ തപസ്, അതെല്ലാം എനിക്ക് നഷ്ടമായ സ്ഥലം. പക്ഷെ എന്നെ ഭ്രാന്തമായി പ്രണയിക്കുന്ന ആളെ കണ്ടെത്തി തന്ന സ്ഥലം. ഒരിക്കൽ കൂടി അവിടെ ആ പുണ്യമായ പള്ളിയിൽ എല്ലാ പ്രാർത്ഥനയോടും കൂടെ പോകണം. തോറ്റുപോയെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല ജയ്സ. ആ പദവിയിലിരിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാകും കർത്താവ് എനിക്ക് ഇങ്ങനെ വിധിച്ചത്. എനിക്കതിൽ സങ്കടമല്ല. പക്ഷേ ഒരു തുള്ളി കണ്ണുനീർ കൺതടത്തിൽ വീട്ടത് അവൻ തിരിച്ചറിഞ്ഞില്ല. മഞ്ഞിൻ പുതപ്പ് നീക്കി ചെല്ലുമ്പോൾ അവളുടെ കണ്ണുകൾ ആൽബർട്ടിലായിരുന്നു. അത് മനസ്സിലായതുപോലെ അവനും അവളെ നോക്കി. പള്ളിയുടെ വാതിൽക്കിലെത്തിയതും ജെയ്സൺ കാർന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ജുവലിനെ പിടിച്ച് ആൽബിയും ഇറങ്ങി. ജെയ്സൺ നീട്ടിയ മെഴുകുതിരി ജുവൽ വാങ്ങിച്ചു. 4 പേരും കൂടെ പകത്ത് കത്തിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചിരുന്നു. വാ, നമുക്ക് പള്ളിയിൽ കയറാം. ചെല്ലി, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ നാളെ വന്നോളാം. കാറിൽ ചാരിക്കൊണ്ട് ജെയ്സൺ അത് പറയുമ്പോൾ 2 പേർക്കും ചിരി നൽകിക്കൊണ്ട് ആ പള്ളിയുടെ പടിക്കെട്ടുകൾ കയറി 2 പേർ. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൈ കോർത്തു പിടിച്ച് പടികൾ കയറുമ്പോൾ ഈ മുഖമൊന്ന് കാണാനായി ഈ പടിക്കെട്ടുകൾ ഓടിക്കേറിയ ജുവലിനെ ഓർത്തുപോയി. അവസാനമായി കരഞ്ഞുകൊണ്ട് തലകുനിച്ച് ഇറങ്ങേണ്ടി വന്ന ജുവലിനെയും കുറ്റപ്പെടുത്തലുകളും മുറിവുറവുകളും ഓർത്തുപോയതും കണ്ണുകൾ മുറുകെയടിച്ച് കാലുകൾ നിശ്ചലമായി നിന്നുപോയി. ആൽബർട്ട് തിരിഞ്ഞു നോക്കി. എന്താടോ, എന്തു പറ്റി? അത് ഞാൻ. പാടോ, നമ്മൾ ഒന്നാവുക, അതാണ് നിയോഗം. പള്ളിക്കകത്ത് കയറിയതും മനസ്സ് ശാന്തമാകുന്നത് അറിഞ്ഞു. അവൻ്റെ തോളോട് ചേർന്ന് കൈകൂപ്പി. ഈ ജന്മം എൻ്റേതാക്കി എടുത്തോട്ടെ ഞാൻ. അത്രമേൽ സ്നേഹിച്ചു പോയി ജുവൽ. അടുത്ത ജന്മത്തിൽ ആൽബിച്ചായൻ്റെ ആഗ്രഹം പോലെ ഒരു പുരോഹിതനായിക്കോട്ടെ. അപ്പോൾ ഈ ജുവൽ പുനർജനിക്കാതിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും നെഞ്ചു വല്ലാതെ വിങ്ങുന്നത് അറിഞ്ഞു. കാരണം വരും ജന്മങ്ങളിലും ആൽബർട്ടിൻ്റേത് മാത്രമാകാൻ കൊതിച്ചിരുന്നു ആ പെൺമനസ്സ്. ജുവൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ കഴുത്തിൽ വീണത് അറിഞ്ഞതും കണ്ണുകൾ തുറന്നു നോക്കി. വെള്ളമുത്തുകൾ കെട്ടിയ കുഞ്ഞു കുരിശോട് കൂടിയ നേർത്തൊരു സ്വർണ്ണമാല. ഇതിവിടെ കിടന്നോട്ടെ പെണ്ണെ. ഈ ആൽബർട്ട് ഇമ്മാനുവലിൻ്റെ പ്രണയമായി. പുഞ്ചിരിയോടെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവളെയും ചേർത്ത് പിടിച്ച് പടിക്കെട്ടുകൾ ഇറങ്ങിയിരുന്നു. തിരികെ വരുമ്പോൾ ഒരു നെല്ലിമര ചോട്ടിലായി ജാസ്മിൻ്റെ തോളിൽ തലചായ്ച്ചിരിപ്പുണ്ട് ജയ്സൺ. കാറാ വലിയ വീടിന് മുന്നിലെത്തുമ്പോൾ വല്യമ്മച്ചിയുടെയും ഓർമ്മകൾ അവളെ പൊള്ളിച്ചു. ആ നോവൊരു കണ്ണീരായി. ജാസ്മിൻ്റെ കൈ പിടിച്ചിറങ്ങുമ്പോൾ കണ്ണുകൾ 4 പടമായി ഓടുന്നു. വാതിൽപ്പടിയിൽ അവരെ കാത്തു നിൽക്കുന്ന റീനയെ കണ്ടതും ജെയ്സൺ നോക്കി. അവൻ 2 കണ്ണുകളും അടച്ച് കാണിച്ചു. വാ, നിന്നാരൊന്നും പറയില്ല. ജാസ്മിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ മിഴികൾ നിറഞ്ഞു. ചുരിദാർ ഷാള് കൊണ്ട് മുഖം തുടക്കാൻ തുടങ്ങിയതും അവൾ കണ്ടു ഒരു കൈ തനിക്ക് നേരം നീളും. കയറി വാ മക്കളെ. ആ സ്വരം ഒരു നേരത്തെ തെന്നൽ പോലെ കാതുകളെ തൊട്ടതും മുഖമൊഴുത്തുന്നു. തനിക്ക് നേരെ ചിരിയോടെ കൈ നീട്ടി നിൽക്കുന്ന റീനമ്മ അവൾക്കൊരു അതിശയമായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ മുഖത്തെല്ലാം നിറഞ്ഞ പുഞ്ചിരിയും. എന്നതടി കണ്ണും പിടിച്ച് നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ. മമ്മിയൊന്നും പറയത്തില്ല. ഇപ്പോഴോ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അവരൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും ചിരിച്ചു പോയിരുന്നു. നിന്നെല്ലാവർക്കും മനസ്സിലായി. ആർക്കും ഒരു പിണക്കുമല്ല, ആർക്കും. ഞാനൊരു സസ്പെൻസ് ഇട്ടതല്ലേ, ആൽബർട്ടിനോട് പറഞ്ഞിരുന്നു. അല്ലേ അളിയോ? 2 പേരും കയറി വാ. ഇവർ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇവരുടെ സ്നേഹം അത് ജയിച്ചല്ലോ. ജോണെങ്കിൽ ആൽബർട്ട് സംശയത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിന് നിറഞ്ഞു വന്ന കണ്ണുകൾ സാരി തലപ്പിൽ ഒപ്പിയവർ. കിടക്കുക, ഇത്രയും നേരം വേദന കൊണ്ട് കരിയായിരുന്നു. ഇപ്പൊ ഒന്ന് മരുന്ന് കഴിച്ച് മഴങ്ങിയതേ ഉള്ളൂ. മക്കൾ വാ. അവർ ജുവലിൻ്റെയും ജാസ്മിൻ്റെയും കൈ പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ജെയ്സനെ നോക്കുകയെന്നാൽ അവൻ്റെ മുഖത്ത് നിസ്സഹായത നിറയുന്നത് അറിഞ്ഞു ആൽബി. മുറിയിലേക്ക് കയറിയത് കണ്ടു. കട്ടിലേക്ക് കിടക്കുന്ന ക്ഷീണിച്ച കറുത്തൊരു രൂപം. ജോണാന്നറിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. പപ്പ. ജെയ്സൺ അയാളെ കൈ പിടിച്ച് അടുത്തിരുന്നതും ആ മുഖം വേദന കൊണ്ട് ചുളിയുന്നത് അറിഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറന്നതും ചുണ്ടുകൾ എന്തൊക്കെയോ പറയാനായി വിറകുകളൊന്നും അറിഞ്ഞ് അവൾ ജാസ്മിൻ്റെ കയ്യിൽ ഇറുകെ പിടിച്ചു. പപ്പ, ഇതാരൊക്കെയാ വന്നേക്കുന്നു നോക്കി. പപ്പ കാണാൻ ആഗ്രഹിച്ച ആളതേ വന്ന് നിൽക്കുന്നു നോക്കി. പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മിഴികൾ ആ വഴിയെ സഞ്ചരിച്ചു. മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും 2 കണ്ണിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകിയിരുന്നു. ഓളെ എന്നാ പറ്റി? ആ കാലിൽ അവൾ പിടിച്ചു നിന്നു.
എൻ്റെ മോളോട് ചെയ്തതിനൊക്കെയും കർത്താവ് തന്ന ശിക്ഷ ക്യാൻസറാ. പറയുമ്പോൾ വിരുമ്പി പോയിരുന്നു റീന. ആസ്തിക്ക് പിടിച്ചു. അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. കിടപ്പിലായപ്പോൾ മുതൽ മോളൊന്ന് കാണണമെന്ന് പറയും. അയാൾ അടുത്തേക്ക് വിളിച്ചതും അവൾ ബെഡിലേക്ക് ഇരുന്നു. അവിടെ നടപ്പിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് അയാളുടെ നെഞ്ചു വിങ്ങി. ആൽബിച്ചായ വാ. അവളുടെ അടുത്തായി വന്നിരുന്നു അവൻ. അവർക്ക് രണ്ടുപേർക്കും നേരെ കൈ നീട്ടിയായി. നന്നായി വരും. എന്നോട് ക്ഷമിക്കില്ലേ മോള്? ജോൺ പറഞ്ഞത് കേട്ടതും അവൾ വിരുമ്പിപ്പോയിരുന്നു. ആൽബർട്ട് അവളെ ചേർത്ത് പിടിച്ചു. മോള് ചെയ്തതാ ശരി. അവൻ ചാങ്ങേണ്ടവൻ തന്നെയായിരുന്നു. നന്നായി. റീന അവളെ നോക്കി പറയുമ്പോൾ അവരുടെ മാറിലേക്ക് പൊട്ടിക്കരിഞ്ഞ് വീണു പോയിരുന്നു. വല്യമ്മച്ചിയുടെ മുറിയായിരുന്നു അവർക്കായി ഒരുക്കി വെച്ചിരുന്നത്. ആൽബർട്ടിനൊപ്പം ആ വാതിൽ കിടന്ന് അകത്തേക്ക് കയറുമ്പോൾ വല്യമ്മച്ചിയുടെ ശ്വാസം പോലും തങ്ങി നിൽക്കുന്നതായി തോന്നി. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കി കൈകൂപ്പി. അന്നമ്മേ, ദേ നോക്കിയേ, എൻ്റെ രാജകുമാരനെ കണ്ടില്ലേ? ഒന്നും കാണാൻ അന്നമ്മ എന്നെ വിട്ട് പോയില്ലേ? എൻ്റെ പ്രണയം അതെനിക്ക് കിട്ടി, അറിയോ അന്നമ്മേ? ആ ചുമരിലേക്ക് ചാരി ആ ഫോട്ടോയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവനവളുടെ തോളിൽ കൈവച്ചതും ആ മാറിലേക്ക് വീണിരുന്നു. അന്നമ്മ പറയായിരുന്നു ജുവലിനെ കൊണ്ടുപോകാൻ ഒരു രാജകുമാരൻ വരുമെന്ന്. അന്ന് ആദ്യമായി ആ മഞ്ഞും പുതപ്പ് കയറി വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കരുതിയത്. ജുവലിൻ്റെ രക്ഷകനായി അന്ന് എന്നും ഒരേ മനസ്സാ. അവളുടെ വയലിലൂടെ ഒരു കൈയും പൊതിഞ്ഞു പിടിച്ച് ചേർത്ത് നിർത്തിയ ഇനി ഒരിക്കലും കൈവിടില്ല എന്ന പോലെ. ജാസ്മിൻ്റെ വീട്ടിലും എല്ലാവരും കൂടി പോയിരുന്നു. രാത്രിയിലെ ആഹാരം അവിടെ നിന്നായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നേരം വൈകിയിരുന്നു. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരവും തമാശയൊക്കെയായി സമയം പോയിരുന്നു. ആ നിമിഷം ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷവതി ജുവലാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. റീനമ്മയുടെ കണ്ണുകൾ പലപ്പോഴും സന്തോഷം കൊണ്ട് നിറയുന്നത് കണ്ടപ്പോൾ റീനമ്മയെ സഹായിക്കാനൊരു ചേച്ചിയുണ്ട്. നിങ്ങൾക്ക് രാവിലെ തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ, കിടന്നോളൂ. ജാസ്മിൻ അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ മക്കളെ? അവളുടെ മുടിയിൽ തലോടി റീന ചോദിച്ചു. ഇനി ജാസ്മിൻ്റെ കുഞ്ഞാവെ കാണാൻ വരാം. വല്യപ്പച്ചന് വയ്യാതിരിക്കാം. അച്ഛനെല്ലാം ഒറ്റയ്ക്ക് നോക്കാൻ പാടാ, അതാ. എന്നാലേ പോയി കിടന്നു. ജാസ്മിൻ ചിരിയോടെ പറയുമ്പോൾ അവളുടെ കണ്ണ് കയ്യിലിരിക്കുന്ന പാലിലായിരുന്നു. നിങ്ങളുടെ പൊതുജീവിതം ഈ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ജുവൽ. അതും പറഞ്ഞ് ജാസ്മിൻ ജെയ്സിൻ്റെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് നടന്നിരുന്നു. ചെറുനാണത്തോടെ ആൽബർട്ടിനെ നോക്കുമ്പോൾ അവനും ചെറു ചിരിയോടെ അകത്തേക്ക് പോയി. ചുമരിൽ കൈ താങ്ങി നടക്കാൻ തുടങ്ങി അവൾക്ക് നേരെ കൈ നീട്ടിയവൻ അവളെയും പിടിച്ച് അകത്തേക്ക് കയറി. അവൾ മേശയിൽ വെച്ചിരിക്കുന്ന പാലിലേക്ക് നോക്കി. പിന്നെ ഒരു അടപ്പ് പാത്രം കൊണ്ട് അത് അടച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഒരു വശം ചേർന്ന് കിടന്നു. അവൾ തനിക്ക് നേരെ നീട്ടിയ പാൽ ഗ്ലാസ്സിലേക്ക് നോക്കിയവൾ. അത്രയും സ്നേഹത്തോടെ തന്നതല്ലേ, കുടിക്കടോ പറയുകയും പകുതി കുടിച്ച് പകുതി അവൾക്കായി നീട്ടിയിരുന്നു. വിറക്കുന്ന കൈകാലുകളെയും ഹൃദയത്തെയും മടക്കി നിർത്താനാവാതിരുന്ന് വിയർത്തു. കൈ നീട്ടി മേടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് കുടിച്ചു. നമ്മൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെയാണ് നമ്മുടെ ജീവിതം ഒഴുകിയത്, അല്ലേ ജുവൽ? നമ്മളൊന്ന് വിചാരിക്കുന്നു, കർത്താവ് മറ്റൊന്ന് നടപ്പിലാക്കുന്നു. നമുക്കിന്ന് മുതൽ ഒന്നായി ഒഴുകാം, അല്ലേ ജുവൽ? എല്ലാ അർത്ഥത്തിലും. അത് പറഞ്ഞതും ജുവൽ ഇരു കൈയാലും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പോയി. അവൾ ആൽബർട്ട് ഇമാനുവലിൻ്റെ മാത്രം ജുവൽ മേരിയായി മാറി. ആ ഇടനെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി ഒരു മുദ്ര. കുഞ്ഞുമുഖം തൻ്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിലും കണ്ണിലും കവളുമായി ഓടി നടന്നവൻ്റെ ചുണ്ട്. അവളുമായി ബെഡിലേക്ക് ചായുമ്പോൾ എല്ലാ അർത്ഥത്തിലും ജുവൽ ആൽബർട്ടിൻ്റെ ആകാനായി ഒരുങ്ങുകയായിരുന്നു. ഇരു ഹൃദയങ്ങളും ശക്തിയിൽ തന്നെ മിടിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ഓരോ പ്രവൃത്തിയിലും തളർന്നു പോകുന്ന പോലെ അവനിലേക്ക് പതുങ്ങിക്കിടന്നു അവൾ. ഇറുകെ പുണർന്ന അവനും. ജുവൽ, ആൽബിച്ചായ, എടോ, നെഞ്ചു വല്ലാതെ മിടിക്കുന്നു. ഈ ആൽബർട്ട് ഇമാനുവൽ ജുവൽ മേരിയെ പ്രണയിക്കുന്നു. അവൻ്റെ ആർദ്രമായ സ്വരം കാതിൽ ഇക്കിളി കൂട്ടിയതും അവളിൽ നിറഞ്ഞിരുന്നത് നാണമായിരുന്നു. അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചവൾ. ഈ ആൽബർട്ട് ഇമാനുവൽ ജുവലിനെ പ്രണയിക്കും. അവൻ വീണ്ടും വളരെ നേർത്ത സ്വരത്തിൽ അവളുടെ കാതോരം പറഞ്ഞു. ആൽബിച്ചായ. അവൾ അവനെ വിളിക്കുകയും അവളുടെ കഴുത്തിൽ അവൻ്റെ മുഖം അമർന്നിരുന്നു. ഒരു മഴ പോലെ പെയ്യാനായി, അതിൽ കുളിരാനായി അവൾ. മാസങ്ങൾക്ക് ശേഷം പ്രഗ്നൻസി കാർഡിൽ 2 പിങ്ക് വരയിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൾ. കാൽ പെരുമാറ്റം കേട്ടതും തലേനിക്കടിയിലേക്ക് ഒളിപ്പിച്ചു. പിന്നെ മുഖം തായി തന്നെ. ആഹാ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ജെയ്സണിപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നാളത്തെ ചടങ്ങിന് ഇന്ന് ചെല്ലാന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ബാവക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ? ജെയ്സന്റെയും ജാസ്മിൻ്റെയും കുഞ്ഞിൻ്റെ മാമോദിസയാണ്. അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് രണ്ടുപേരും. അത്രയൊക്കെ പറഞ്ഞിട്ട് മിഴികൾ താഴ്ത്തി നിൽക്കുന്നവരുടെ നിർത്തിച്ചത്. ഇരു തോളിലായി പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിയവൾ. അപ്പോഴേക്കും വലിയൊരു തേങ്ങലോടെ അവന് നെഞ്ചിലേക്ക് മുഖം പോയിട്ട്. ജുവൽ, എന്താടോ, എന്തു പറ്റി? അവൻ ഭയത്തോടെ അവളുടെ മുഖം നേരെ ഉയർത്തി.
ഇരു കണ്ണും നിറച്ചു നിൽക്കുന്ന അവളെ കണ്ട് എന്നറിയാതെ നോക്കി നിന്നു. എന്തു പറ്റിയടോ? അത് എന്താടി? മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറയുവണ്ണേ. പെട്ടെന്നെന്തോ ഓർത്ത പോലെ ഇരു കൈയിലായി ആ കുഞ്ഞു മുഖം പിടിച്ച് ആ മിഴികൾക്ക് ഓർത്തെടുത്തു. ജുവൽ നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാളാണോ? ഹൃദയം നിറഞ്ഞ കവിയുമെന്ന് തോന്നിപ്പോയി അവൾ. അവളുടെ ഉത്തരത്തിനായി കാതു നിൽക്കുമ്പോൾ ഒരു ചിരിയോട് അതേന്ന് അവൾ തലയാട്ടുമ്പോൾ അവൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. ശേഷം അവളെ ചേർത്ത് പിടിച്ച് ആ കവളിൽ അവൻ സ്നേഹ ചുംബനം കൊടുത്തിരുന്നു. വർഗീസ് മാപ്പിള ഇരുവരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിരുന്നു. അളിയോ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ കടത്തി വെട്ടിയല്ലേ? ജോമോനെന്ന് പറയുമ്പോൾ ആനിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു. സന്തോഷവും സങ്കടവും ഇടകലർന്ന്. എൻ്റെ ഭാര്യയെ നമ്മുടെ പിള്ളേരും പരോടി ആ ടിക്കറ്റ് കർത്താവ് ഇറക്കി കൊടുത്തോട്ടെ. അവരുടെ പ്രണയം കുറിച്ച് കടുപ്പം കൂടിയതല്ലേ മോളെ? ജോമോനിൽ നിന്നും ആ വാക്കുകൾ കേട്ടത് നാണത്തോടെ തലതായിട്ട് നിന്നു. എടാ, സൂക്ഷിച്ചു പോകണം. മാമോദിസ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറൊന്ന് കണ്ടിട്ടേ വരാവൂ. അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു. ആനമലയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ പുതിയ അതിഥികൾക്കായുള്ള കാത്തിരിപ്പും തുടങ്ങിയിരുന്നു ജോ. പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി യാത്ര തിരിച്ചു വരും. പ്രണയത്തിൻ്റെ പുതിയ വർണ്ണങ്ങൾ രചിക്കാൻ ഒന്നായി ഒഴുകാൻ. സ്നേഹപൂർവ്വം സാലിം കരുളായി.